ഇന്ന് മെയ് 23, 2025 വെള്ളിയാഴ്ച. ഒരു മഴയൊക്കെ തോന്നു നിൽക്കുന്ന ഒരു രാത്രിയാണ് കേട്ടോ. സമയം 7:57 PM. ഇപ്പം എങ്ങോട്ടാണ് ഈ വെച്ച് പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ വീക്കെൻഡേ ആണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ മിസ്റ്റർ കാര്യായിട്ട് ഇവിടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ നോക്കണ്ട. അങ്ങനെ ഒരിക്കൽ കൂടി ഡോക്ടർ വാലു പ്രിൻസസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക, ചില സമയങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഭയങ്കര എന്താ പറയുക, ഒരു കൊതി, യാക്കം, വിശപ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അതിങ്ങനെ ഇടയ്ക്ക് കയറി വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഓവുലേഷൻ ടൈമൊക്കെ ആകുമ്പം അത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ നമുക്ക് ഓവുലേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു അറിവ് എല്ലാവർക്കും ഇല്ല. ഇപ്പോഴും അതറിയാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നൊക്കെ ഒരു യാക്ക് ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ബോയ്സിനും ഗേൾസിനും ഒക്കെ ഈ ഒരു ടേംസൊക്കെ ഭയങ്കര പരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നെനിക്ക് ഒരു കൊതി, അതായത് ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കണം. പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയും വേണ്ട, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇന്നിനിയിപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നാളെ ഉണ്ടാക്കാം എന്നൊരു പ്ലാൻ ചെയ്തു. അപ്പം മിസ്റ്റർ കരേട്ട് പറഞ്ഞു, ഓക്കെ ഫൈൻ, നമുക്ക് വാങ്ങിക്കാം സാധനം, എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമില്ല, അതും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ. ഞാൻ ഇതുവരെ ചില്ലി ചിക്കൻ വീട്ടിൽ വെച്ചിട്ടില്ല, ബാക്കി ഓൾമോസ്റ്റ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമാത്രമല്ല, ഇന്നത്തെ കൊതിയും വിശപ്പും മാറണ്ടേ. അപ്പോൾ ഇന്ന് എനിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും വേണമെന്നാണ് ഞാൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഫുഡിനെ ഇത്രയും സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടൂർ വന്നിരിക്കുകയാണ് കേട്ടോ. സ്റ്റുഡിയോ ഉണ്ടല്ലോ, ഞാൻ മെയിൻ അടൂർ ടൗണൊക്കെ ഒന്ന് കാണിച്ചു തരാം. അടൂർ ഇപ്പോൾ വളർന്ന് വലിയൊരു സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതിപ്പോൾ നമ്മൾ ബൈപ്പാസിലേക്ക് കയറുകയാണ്. നമുക്ക് ഈ ഒരു കൊച്ചിയിലൊക്കെ ഓണായിരിക്കുന്ന ഒരു പോലെ നമ്മുടെ അടൂർ ഓണായിരിക്കുന്നത് ഓൾമോസ്റ്റ് ബൈപ്പാസിലാണ് കേട്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ബെൽറ്റൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഗൾഫിലൊക്കെയാണ്. പക്ഷേ അല്ലാത്ത സമയത്ത് നമ്മൾ അവരൊക്കെ വരുമ്പോൾ ഒന്ന് ഒത്തുകൂടുന്ന ബൈപ്പാസാണ്. ബൈപ്പാസിൽ നമുക്കൊരു ടർഫിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, ഒരു കഫേ പോലെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും അല്ല പോകുന്നത്, നമുക്കിന്ന് പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ് വേണ്ടത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കടകളിലും നമ്മൾ കയറാറുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി, ഫിൽഫില്ലിൽ കയറണോ, അതോ ഡയാനയിൽ കയറണോ, അതോ ഫുഡ് പ്ലാനറ്റിൽ കയറണോ? ഹോട്ടൽസിൻ്റെ പേരൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം കേട്ടോ. ഞാൻ ഫുഡിൻ്റെ ഒരു ഫുഡ് ലവർ ആയതുകൊണ്ട് തന്നെ ഏത് ജില്ലയിൽ പോയാലും ഹോട്ടൽ വെച്ചാണ് ഞാൻ ഓർക്കാറ്. അതിനെനിക്ക് സ്ഥിരം എൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഫാമിലിയിലുള്ളവരും കളിയാക്കുന്നതാണ്. പ്രത്യേകിച്ച് അവൻ എന്നെ കളിയാക്കാറുണ്ട്. സാധാരണ ഓരോരുത്തർ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അമ്പലത്തിൻ്റെ പേരൊക്കെ വെച്ചല്ലേ ഓർക്കുന്നത്, ഇവൾ കൃത്യമായിട്ട് ഹോട്ടലിൻ്റെ പേര് വെച്ചാണ് ജില്ലകൾ പറയാറുള്ളതെന്ന് പറയും. അപ്പം ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തു, എന്തായാലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഹോട്ടൽ ഏതാണെന്നൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്യാമെന്ന്. കാരണം ഇപ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് തോർന്നിരിക്കുന്ന സമയം. അപ്പം നമുക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാനുള്ള വലിയ സംഭവങ്ങളൊന്നും വേണ്ട. കാരണം ഓൾമോസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക സവാള അതൊക്കെ വീട്ടിലുണ്ട്. കോൺഫ്ലോർ അതുപോലെ തന്നെ സോസ് അതാണ് വേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കോൺഫ്ലോർ എടുത്തു. പിന്നെ ടൊമാറ്റോ സോസും ചില്ലി സോസും, ഈ 2 സോസാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് 2 മാത്രമേ ഉള്ളൂ വാങ്ങിക്കാൻ. അപ്പോൾ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം വേണമെന്ന് ഞാൻ ഓർത്തത് അപ്പോഴാണ്. അങ്ങനെ നമ്മൾ ക്യാപ്സിക്കം ഒക്കെ വാങ്ങിച്ചു. നമ്മളിതാ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഇങ്ങനെ ഡിസൈഡ് ചെയ്തു എങ്ങോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റും. എനിക്ക് ഡയാന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡയാന എല്ലാം അത്യാവശ്യം നേരത്തെയും കഴിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ വാഴയിലയിൽ ബീഫ് പൊള്ളിച്ച ഒരു സംഭവമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് സ്പെഷ്യൽ ഡേയ്സിലോ വെനസ്ഡേയ്സിലോ അങ്ങനെ എന്തൊക്കെയേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഡയാന തന്നെയാണ് ഫിക്സ് ചെയ്തത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ നമ്മൾ ഡയാനയിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ കണ്ണമ്മോനെ എന്നുള്ള വിളി എൻ്റെ സ്പെഷ്യൽ ഒരു വിളിയാണ് കേട്ടോ. അതെന്നെ ഏറ്റവും കൂടുതൽ ട്രോളുന്നത് അവൻ്റെ ഫ്രണ്ട് മണ്ണടിയാണ്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചുമ്മാ എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് എന്താണ് കഴിക്കാൻ പോകുന്നത്? കുറുനരി ഭുജി കഴിക്കാൻ പോകുന്നത് പൊറോട്ട തുറപ്പായിരിക്കും കുറ്റബോധ എക്സ്പ്രഷനാണ് വന്നത്. കണ്ണല്ലേ ഭുജിയിൽ എന്താണ് കഴിക്കാൻ പോകുന്നത്? അൽഫാം. ഫുഡ് കണ്ട പിന്നെ ആക്രാന്തമായതുകൊണ്ട്
ഫുഡ് കഴിച്ച് പകുതി ആവാറായപ്പോഴാണ് അയ്യോ പൊറോട്ടയുടെയും ബീഫ് കോക്കനട്ട് ഫ്രൈയുടെയും വീഡിയോ നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പൊറോട്ടയൊക്കെ പ്രത്യേകിച്ച് കഴിച്ച് കഴിയുമ്പോൾ ഒരു കുറ്റബോധം, അയ്യോ ഹെൽത്തി അല്ലല്ലോ എന്നൊക്കെ. പിന്നെ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ ഇടയ്ക്കെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതും ആഗ്രഹിക്കുന്നതൊക്കെ കഴിച്ചില്ലെങ്കിൽ എന്ത് സുഖമാണല്ലേ ഉള്ളത്. ലൈഫിനൊരു ത്രില്ലൊക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അതാണ്ട് തിരിച്ച് കയറുകയാണ്. മഴ അത്യാവശ്യം ഒന്ന് ചാറുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിച്ചു നോക്കട്ടെ. ഫുഡ് അങ്ങനെ അത്ര വലിയ സുഖമില്ലെന്നാണ് മിസ്റ്റർ കാര്യമായിട്ട് പറഞ്ഞത്. എന്താണെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ ഇത്ര ലേറ്റായിട്ട് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. വല്ലപ്പോഴും ഇപ്പം കോൾസൊക്കെ കഴിഞ്ഞ് ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് നൈറ്റ് ഫുഡൊക്കെ കഴിക്കുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാത്രിയിൽ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. പക്ഷേ എന്തോ ഇങ്ങനെ വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പം ഒന്ന് കണ്ണടയ്ക്കും അല്ലേ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ആശീർവാദ് തിയേറ്റേഴ്സ്, പത്തനാപുരം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നരിവേട്ടയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നരിവേട്ടയുടെ ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആണ് വന്നത്. നരിവേട്ട നല്ല പടമാണ്, നല്ല മേക്കിംഗ് ആണ് എന്നൊക്കെ കേട്ടു. എസ്പെഷ്യലി മ്യൂസിക് അടിപൊളിയാണോ എന്നൊക്കെ കേട്ടു. നമ്മൾ രണ്ടുപേരും ഭയങ്കര സിനിമാ പ്രാന്തന്മാരാണ് കേട്ടോ. അതായത് മൂവി അഡിക്ട്സ് ആണ്. പടം ഇറങ്ങി കഴിയുമ്പോഴേ കാണണം എന്നുള്ളൊരു വാശിയുള്ള ആൾക്കാരാണ്. എന്തോ രണ്ടുപേർക്കും ബാക്കി എല്ലാ കാര്യങ്ങളിലും കുറച്ച് അന്തരങ്ങളുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര സിമിലർ ടേസ്റ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പടം ഏതിറങ്ങിയാലും ഇപ്പം തിയേറ്ററിൽ തന്നെ കാണണമെന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അത് പെട്ടെന്ന് കാണാൻ പറ്റിയാൽ കാണണമെന്നാണ്. അപ്പം ഇന്നിപ്പോൾ ഫുഡ് പൊറോട്ട എസ്പെഷ്യലി ഞാൻ കഴിച്ചതിൻ്റെ ഒരു കുറ്റബോധം തീർക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിലൊന്നും കയറുന്നില്ല, സ്റ്റെപ്പ് തന്നെ കയറി പോകാമെന്ന് തീരുമാനിച്ചു. ഒരു ചെറിയ മടിയുള്ളതുകൊണ്ട് തന്നെ വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കോംപ്ലക്സിൽ മോളിൻ്റെ ആണ് കേട്ടോ, എല്ലാം പണി നടക്കുകയാണ്. പക്ഷേ തിയേറ്റർ മാത്രം ഓപ്പൺ ആണ്. അത്യാവശ്യം നല്ല തിയേറ്ററാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പം റീസെൻ്റ്ലി ഒരു 3-4 പടം ഇവിടെ വന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ഥിരം ഇവിടെയാണ്. നേരത്തെ നമ്മൾ വേറെ സീമാസിലൊക്കെ ആയിരുന്നു പോകുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ന്യൂ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളി സെറ്റപ്പാണ്. അതും പ്രത്യേകിച്ച് ആശീർവാദാണല്ലോ. അപ്പം നമ്മുടെ കൂടെ മുകളിൽ നമ്മൾ ഇറങ്ങാൻ വന്നപ്പോൾ ലിഫ്റ്റിൽ കയറിയ പിള്ളേരാണ് ഇതാ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിസ്റ്റർ കാര്യാട്ടിൻ്റെ ഇവിടെ ഒരു പുതിയതായിട്ടൊരു ചങ്കൻ കൊല്ലംകാരനാണ് അവൻ. അപ്പോൾ അവനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ആക്ച്വലി ഏതോ ഒരു പടം കാണാൻ വന്നപ്പോൾ ആളില്ലായിരുന്നു. എനിക്കത് മരണമാസമാണോ എന്ന് തോന്നുന്നു. മരണമാസത്തിന് എന്തോ ആളില്ലാഞ്ഞിട്ട് നമ്മൾ പിന്നെ കാല് പിടിച്ചൊരു 10 പേരെന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റി. അപ്പം ഇതാണ് നമ്മളുടെ ആശീർവാദ് സിനിപ്ലെക്സ് തിയേറ്റർ പത്തനാപുരം. അത്യാവശ്യം നൈസാണ്. അപ്പോൾ അവൻ അവിടെ പുള്ളിയുടെ കൂടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നതായിരിക്കും. എന്തൊക്കെയോ ഇരുന്ന് തള്ളുന്നുണ്ട്. എനിക്കൊന്ന് അവൻ്റെ നമ്പർ വാങ്ങിക്കുകയാണ്. അവനെക്കൊണ്ട് അത്യാവശ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതാണ് സന്തോഷം. എന്തോ പറയാമെന്നല്ലോ, ഒന്നും പറയുന്നില്ലേ. നമ്മൾ നരിവേട്ടയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി മാസാദയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നരിവേട്ടയാണ് ചൂസ് ചെയ്തത്. അത്യാവശ്യം നമ്മൾ നോർമലി ഒരു റിവ്യൂ നോക്കിയിട്ടാണ് പോകുന്നത്. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ഒന്നും ഫസ്റ്റ് ടൈം കാണില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്പോയിലർ പോയി കഴിഞ്ഞാൽ മൈൻഡ് പോവും. അതുകൊണ്ട് ഞാൻ സ്പെഷ്യലി പറയാറുണ്ട്, എന്നെ അത് കേൾപ്പിക്കരുത്. ഏത് പടം വന്നാലും എനിക്കൊരു എന്താ പറയുക, ആദ്യമായിട്ട് പോയി ഫ്രഷ് ഫീലിൽ പോയി കാണണം. എന്നിട്ട് പിന്നെ എല്ലാം കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റങ്ങൾ പറയുകയോ നല്ലത് പറയുകയൊക്കെ ചെയ്യാം. എനിക്ക് ആദ്യം ഈ റിവ്യൂ നോക്കിയിട്ട് അതിനൊരു ഡബിൾ മൈൻഡോടെ പോയി കാണാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് അങ്ങനെയുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെയാണ്. പക്ഷെ അവൻ ആ പ്രശ്നമൊന്നുമില്ല. അവൻ വേണമെങ്കിൽ റിവ്യൂ അരച്ച് കലക്കി ആരൊക്കെയാണ് എന്തൊക്കെയാണ് കഥ വരെ കണ്ടിട്ടാണെങ്കിലും വേണേൽ പോയിരുന്നു കാണും. ആ ലെവലാണ്. പക്ഷേ എനിക്ക് പറ്റത്തില്ല. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം ആളൊന്നും ഇല്ല. പക്ഷെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും അവനും എന്താണെന്നറിയത്തില്ല, ഈ ആശീർവാദിൻ്റെ ആഡ് കാണുമ്പോൾ ചിരി വരും. എന്താണെന്നറിയില്ല, ലാലേട്ടൻ്റെ ബാക്കിൽ ലാസ്റ്റ് ഇങ്ങനെ ആൻ്റണി പെരുമ്പാവൂൻ്റെ തല വരുമ്പോഴത്തേക്ക് ഞാനും അവനും നോക്കി ഇങ്ങനെ ഒരു ചിരി പാസ്സാക്കാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, പുള്ളിയുടെ അല്ലേ. അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. പടം അത്യാവശ്യം കൊള്ളാം. പിന്നെ ഒരു റിയൽ ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കര ഒരു പുതുമ അല്ലെങ്കിൽ ഒരു ത്രില്ലിങ് സർപ്രൈസ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം കൊള്ളാം. എനിക്ക് ടോവിനോനേക്കാളും കുറച്ചുകൂടെ ആസിഫ് അലിയൊക്കെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടെ നല്ല രസമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാര്യാട്ട് വീടെത്തി. കുറ്റാക്കുരിട്ടാണ്, എല്ലാവരും ഉറങ്ങിയും തോന്നുന്നു. മഴയൊക്കെ ഒന്ന് തോന്നിക്കുന്ന സമയം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കാറൊക്കെ വന്ന് പാർക്ക് ചെയ്തു. ഞാനൊരു പൂവൊക്കെ എടുത്ത് ചുമ്മാ ഒരു ഷോ കാണിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ തിരിച്ച് റൂമെത്തി. അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോലാഹലമാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.